ദൈവത്തിന്റെ അതിപ്രസിദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാളിതുവരെ നമ്മെ വഴി നടത്തിയ വലിയവനായ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. വരാമായിരുന്നതായ ആപത്തനർത്ഥങ്ങളിൽ നിന്നൊക്കെയും നമ്മെ വിടുവിച്ച് ഓരോ ദിവസവും നമ്മളെ ആയുസ് നീട്ടിത്തീർന്നതായ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഇന്നത്തെ പ്രഭാതവന്ദനത്തിനായി നമുക്കുള്ള ചിന്താവിഷയം ശബത് സകല മനുഷ്യവർഗത്തിനും വേണ്ടി ഉദ്ദേശിക്കപ്പെട്ടത് എന്നതാണ്. അതിനാധാരമായ ഒരു വേദവാക്യം വായിക്കാം. നെഹമ്യാവ് 9:14. നിന്റെ വിശുദ്ധ ശബത്ത് നീ അവരെ അറിയിച്ചു. നിന്റെ ദാസനായ മോശെ മുഖാന്തരം അവർക്ക് കൽപ്പനകളും ചട്ടങ്ങളും ന്യായപ്രമാണവും കൽപ്പിച്ചു കൊടുത്തു. ഇന്ന് നമ്മുടെ സമൂഹത്തില് ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ കുറിച്ച് പല അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്. ഈ ന്യായപ്രമാണങ്ങളൊക്കെയും യഹൂദന്മാർക്ക് വേണ്ടി മാത്രം നൽകപ്പെട്ടതാണ്. ന്യായപ്രമാണത്തിലെ പ്രധാനപ്പെട്ടതും 4-ാമത്തേതുമായ കൽപ്പനയായ ശബത് ഉറപ്പായും യഹൂദന് മാത്രം ദൈവം കൊടുത്തതാണ് എന്ന് ഉറപ്പായിട്ടും തർക്കിച്ച് വാദിക്കുന്നവരുണ്ട്. ഈ ന്യായപ്രമാണങ്ങളും ശബത്തും ദൈവം പ്രഖ്യാപിച്ചത് പലസ്തീൻ വെച്ചായിരുന്നു എങ്കിൽ, പലസ്തീൻ എന്ന് പറയുന്ന ദേശത്തിൽ വെച്ചായിരുന്നു എങ്കിൽ ഇവർ പറയുന്ന ഈ വാദത്തെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുമായിരുന്നു. എന്നാൽ ദൈവം ഇവയെല്ലാം നൽകിയത് സീനായ് മരുഭൂമിയിൽ വെച്ചാണ് എന്ന വസ്തുത ഇക്കൂട്ടർ മനഃപൂർവ്വം മാറ്റിവെക്കുകയാണ്. സീനായ് മരുഭൂമിയിൽ വെച്ചാണ് ദൈവം ഈ കൽപ്പനകളും ന്യായപ്രമാണവും എല്ലാം കൊടുത്തത്. അതുകൊണ്ട് തന്നെ അത് സകല വർഗത്തിനും വേണ്ടി നൽകപ്പെട്ടതാണ് എന്നത് വ്യക്തമാണ്. 10 കൽപ്പന എന്ന നിയമം സൃഷ്ടിപ്പിനോളം പഴക്കമുള്ളതായതിനാൽ തന്നെ ശബത് എന്ന സത്യത്തിന് യഹൂദന്മാരുമായി പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. സൃഷ്ടിക്കപ്പെട്ടവർക്കെല്ലാം ശബത് ബാധകമാണ്. മർക്കോസിന് സുവിശേഷം 2-ാം അധ്യായം 27-28 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: പിന്നെ അവൻ അവരോട്, മനുഷ്യൻ ശബത് നിമിത്തമല്ല, ശബത് മനുഷ്യൻ നിമിത്തമത്രേ ഉണ്ടായത്. അങ്ങനെ മനുഷ്യപുത്രൻ ശബത്തിനും കർത്താവാകുന്നു എന്ന് പറഞ്ഞു. അതായത് ശബത് എന്നത് മനുഷ്യന് വേണ്ടി ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു എന്നത് വ്യക്തമാണ്. ആയതിനാൽ മനുഷ്യരുടെ അനുമാനങ്ങളെ വിട്ട് ദൈവവചനത്തിന് ശ്രദ്ധ കൊടുക്കുകയാണ് നാം ചെയ്യേണ്ടത്. നമുക്കൊരു നിമിഷം ഏദൻ തോട്ടത്തിലെ ആ അനുഭവത്തിലേക്ക് നമുക്കൊന്ന് ചിന്തിക്കാം. അവിടെ ദൈവം നൽകിയ പ്രഥമ കൽപ്പന നമുക്ക് ഏവർക്കും അറിയാം. തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന നന്മ തിന്മകളുടെ അറിവിന്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും എന്നായിരുന്നു. എന്നാൽ വഞ്ചകനായ സാത്താൻ സ്ത്രീയെ സമീപിച്ച് പറഞ്ഞതോ, നിങ്ങൾ മരിക്കുകയില്ല, അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെ അറിഞ്ഞ് ദൈവത്തെ പോലെ ആവുകയും ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് അവളെ പാപം ചെയ്യുവാനായിട്ട് പ്രേരിപ്പിച്ചു, പാപം ചെയ്യിപ്പിച്ചു. അവളിലൂടെ ആദിമ മനുഷ്യനായ ആ ആദാമും അത് വിശ്വസിച്ച് പാപം ചെയ്തു. പിന്നീട് ആദത്തിനും ഹവ്വയ്ക്കും ദൈവം കുറ്റവിചാരണ നടത്തി. ഈ ചിന്താഗതിയെ നമുക്ക് 10 കൽപ്പനയിലേക്ക് കൊണ്ടുവന്നാൽ, അതായത് അറിവിന്റെ വൃക്ഷത്തിൻ ഫലം ഏദൻ തോട്ടത്തിന് നടുവിൽ നിൽക്കുന്നു എന്നതുപോലെ 10 കൽപ്പനയിൽ മധ്യത്തിലായി ശബത് കൽപ്പനയും കാണപ്പെടുന്നു. ഫലം തിന്നരുതെന്ന നിയന്ത്രണം ഏദൻ തോട്ടത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ശബത്തിനെ സംബന്ധിച്ച് അതിനെ അശുദ്ധമാക്കാതെ വിശുദ്ധിയിൽ സൂക്ഷിക്കണമെന്ന് ദൈവം ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ശബത്ത് നാളിനെ ശുദ്ധീകരിക്കാൻ ഓർക്കാം. അറിവിന്റെ വൃക്ഷത്തിൻ ഫലം ആദാമിനും ഹവ്വയ്ക്കും അനുസരണത്തിന്റെ ഒരു പരിശോധന, ഒരു പരീക്ഷണമായിരുന്നു എങ്കിൽ 10 കൽപ്പനയിലെ 4-ാം കൽപ്പന ഈ ലോകത്തിലെ സകല മനുഷ്യരുടെയും ദൈവത്തോടുള്ള അനുസരണത്തിന്റെ ഒരു പരിശോധനയാണ്. ഏദൻ തോട്ടത്തിൽ ആദാമിനുണ്ടായ ആ അനുഭവം നമ്മൾക്കൊരു മുന്നറിയിപ്പാണ്. 7-ാം ദിനമായ ശനിയാഴ്ച ആരാധിക്കുക എന്ന ശബത്ത് നാം ഏവരും ആചരിക്കേണ്ടതാകുന്നു. ആദാമിന്റെ അനുഭവം നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠം ഇതാണ്: യഹോവയുടെ പവിത്ര നിയമത്തിലെ ഒരു വള്ളിയോ പുള്ളിയോ നീക്കം ചെയ്യുന്ന വിധമുള്ള യാതൊരു തീരുമാനവും നാം സ്വീകരിക്കരുത്. അപ്രകാരം തിരുവചന നിയമങ്ങളെ വള്ളി പുള്ളി മാറ്റിക്കളയുന്നവർക്ക് ദൈവം ജീവന്റെ വൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവരുടെ അംശം നീക്കിക്കളയുമെന്ന് ബൈബിൾ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി ഇന്നത്തെ പ്രഭാത ചിന്തയിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. ദൈവം നമുക്ക് നല്ലൊരു പകൽക്കാലം ദൈവം നൽകുമാറാകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. അടിയങ്ങളെ കരുണയോടെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ സ്തോത്രം. നല്ല സുഹൃത്തെ അടിയങ്ങൾക്കായി തന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്ന പച്ച സ്തോത്രം. ഹല്ലേലൂയ. സ്വർഗ്ഗ നല്ല പിതാവേ,
ഏഴകളും പാപികളുമായ അടിയങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു. അടിയങ്ങളുടെ കുറ്റങ്ങളും കുറവുകളൊക്കെ ക്ഷമിച്ച് കർത്താവെ, അങ്ങയുടേതായ അടിയങ്ങളെ വീണ്ടെടുത്ത വൻകൃപയ്ക്കായി നന്ദിയോട് സ്തുതിക്കുന്ന പച്ച സ്തോത്രം. സ്വർഗ്ഗം എന്നുള്ള പിതാവെ സ്തുതിക്കുന്നു നാഥ. ഇന്ന് അടിയങ്ങൾ ചിന്തിച്ചതായ പ്രഭാത ചിന്ത കർത്താവെ അടിയങ്ങളുടെ ജീവിതത്തിൽ ഒരു മുതൽക്കൂട്ടായി തീരുവാൻ അവിടുത്തെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പച്ച. അങ്ങയുടെ വിശുദ്ധ ദിവസമായ ശബദ ദിനത്തെ കർത്താവെ അതേ വിശുദ്ധിയോടെ ആരാധിപ്പാൻ തക്കവണ്ണം, ആചരിപ്പാൻ തക്കവണ്ണം, ഉത്സവമാക്കി ആഘോഷിപ്പാൻ തക്കവണ്ണം കർത്താവെ അടിയങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ചിന്ത കേട്ട എല്ലാ ദൈവമക്കളെയും കർത്താവെ അവിടുന്ന് സന്ദർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനം അയച്ച് കർത്താവെ അവരുടെ ഹൃദയങ്ങളോട് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച സ്തോത്രം. ഹല്ലേലൂയ. അങ്ങയുടെ ശബ്ദ ദിനത്തെ കർത്താവെ ഏറ്റവും അതിപരിശുദ്ധമായി ആചരിപ്പാൻ തക്കവണ്ണം കർത്താവെ ഇന്നത്തെ പ്രഭാത ചിന്ത എല്ലാവരെയും പ്രേരിതമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച സ്തോത്രം. ഇന്നത്തെ ദിവസത്തിൽ കർത്താവെ പലവിധ മേഖലകളിലേക്ക് ജോലിക്കായി പോകുന്നവരുണ്ട് കർത്താവെ സ്തോത്രം. വിവാഹ വാർഷികങ്ങളും പിറന്നാളുകളും ആഘോഷിക്കുന്നവരുണ്ട് കർത്താവെ സ്തോത്രം. അവരെയൊക്കെയും അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പച്ച സ്തോത്രം. ഹല്ലേലൂയ. സ്വർഗ്ഗം നല്ല പിതാവേ, അടിയങ്ങളുടെ ഈ ചിന്തകളൊക്കെയും കർത്താവെ അങ്ങയുടെ തിരുവചനത്തിൽ അടിസ്ഥാനമായിക്കൊണ്ട് കർത്താവെ സ്തോത്രം, അങ്ങയുടെ മുഖം നോക്കി ജീവിപ്പാൻ തക്കവണ്ണം അടിയങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സർവ്വവും ഞങ്ങൾക്ക് ആ ജീവൻ പടിഞ്ഞ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ.